വന്ദേ മദനഗോപാലം രാസലീലാസമുദ്യതം യമുനാപുളിനാവാസം ഗോപീജന സമാവൃതം കമനീയകിശോരമുഗ്ധമൂർത്തേ കളവേണുക്കുണിതാദൃദാനനീന്തോ മമ വാചി വിജൃംഭതാം മുരാരേः മധുരിംണ കണികാപി കാപി കാപി. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശാ യാസാം ഹരികഥോൽഗീതം പുനാതി ഭുവനത്രയം. മന്ദാരമൂലേ മദനാഭിരാമം ബിംബാധരപൂരിത വേണുനാദം ഗോപഗോപജന ഗോപസംസ്ഥം ഗോ ഗോപഗോപീജന ഗോപസംസ്ഥം ഗോപം ഭജേ ഗോകുല പൂർണചന്ദ്രം വ്രജേ വസന്തം നവനീതചോരം പ്രജാംഗനാനാം ച ദുകൂലചോരം അനേക ജന്മാർജിത പാപചോരം ചോരാഗ്രഗണ്യം തമഹം ഭജാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതത്തിന്റെ ഏറ്റവും രസം പകരുന്നതായിട്ടുള്ള രാസം, അതിലൂടെയാണ് നമ്മളിപ്പോ അല്ലെ, ഇന്ന് നമ്മൾ അതിൽ നിന്ന് കുളിച്ച് കയറാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് തീർക്കുകയാണ്. അതിന്റെ ഒരു വിഷമമുണ്ട് സത്യത്തില്. എന്തായാലും ഇന്നലെ പരീക്ഷിത്ത് നല്ലൊരു ചോദ്യം ചോദിച്ചു ശ്രീ ശിവബ്രഹ്മർഷിയോട്. എന്താണ് ചോദിച്ചത് അവിടെ? ശ്രീ ശിവബ്രഹ്മർഷിയോട് ചോദിച്ചു, എന്താണ്? ഗുരുനാഥ, ഭഗവാൻ ഇങ്ങനെ ധർമ്മത്തെ വേണ്ട രീതിയിൽ പരിപാലിക്കേണ്ടതായിട്ടുള്ള സംസ്ഥാപനായ ധർമ്മസ്യ പ്രശമായേ തരസ്യജ അവതീർണോ ഹി ഭഗവാൻ അംശേന ജഗതീശ്വര. ആരാ ഭഗവാൻ? എന്തേ ഈ ഭഗവാൻ എന്നൊക്കെ നമ്മൾ വിളിക്കാൻ കാരണം, ഈശ്വരൻ എന്നൊക്കെ വിളിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ധർമ്മത്തെ സ്ഥാപനം ചെയ്യേണ്ട ആളാണ് അല്ലെ? അങ്ങനെയുള്ള ഭഗവാൻ സകഥം ധർമ്മസേതൂനാം വക്ത കർത്ഥാഭിരക്ഷിത പ്രദീപം ആചരൽ ബ്രഹ്മൻ പരതാരാഭിമർശനം. ഇങ്ങനെ ഈ അന്യസ്ത്രീ പ്രവേശനത്തോടു കൂടിയിട്ട് ഇങ്ങനെ പരതാരങ്ങളെയൊക്കെ സ്വീകരിക്കുന്നത് ശരിയാണോ ഭഗവാൻ? ചെയ്യുന്നത് ശരിയാണോ ഭഗവാൻ? അത് തന്നെയല്ല, ഈ ഭഗവാൻ എന്തിന്റെ കഷ്ടാണ് ഇങ്ങനെ? ആപ്തകാമോ യതുപതി. ഈ യതുപതിയായിട്ടുള്ള ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണകാമനാണ്, ആപ്തകാമനാണ്. ഇനി ഭഗവാൻ ഒന്നും നേടാനില്ല. അങ്ങനെയുള്ള ഭഗവാൻ എന്തിനാ കൃതവാൻ വൈ ജുഗുപ്സിത അത്ര നിന്ദ്യമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കർമ്മത്തിൽ ഏർപ്പെട്ട്? ഹേ ഗുരുനാഥ, അതൊന്ന് പറഞ്ഞു തരണേ. എനിക്കറിയാം, എന്റെ അവിവേകമാണ് ഞാൻ ചോദിക്കുന്നതൊക്കെ എനിക്കറിയാം. ഇത് അറിഞ്ഞോണ്ടാ ചോദിക്കുന്നത്. ഇത്ര നേരം മിണ്ടാതിരുന്ന് കേട്ട ആളാ ആ പരീക്ഷിത്ത്. അവര് പറഞ്ഞു തരണേ. അപ്പൊ പറയുമ്പം ശ്രീ ശിവബ്രഹ്മർഷി എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ധർമ്മവ്യതിക്രമോ ദൃഷ്ട ഈശ്വരാണാം ച സാഹസം തേജീയസാം ന ദോഷായ വന്നേ സർവഭുജോ യഥാം നൈതൽ സമാചരേജാതു മനസാഭിഹ്യനീശ്വര വിനശ്യത്യാചരൻ മൗഢ്യാദ്യഥാരുദ്രോദ്ധിജം വിഷം അബ്ധിജം വിഷം. കഷ്ടം എന്റെ പരീക്ഷിത്തെ. എന്നാലും അങ്ങക്ക് ഇങ്ങനെ ചോദിക്കാൻ തോന്നിയല്ലോ എന്നുള്ള രീതിയിൽ പറയുകയാണ്.
ആരാണ് ഭഗവാൻ എന്ന് പറഞ്ഞാല്? നമ്മളുടെ ബുദ്ധി വെച്ചാണ് ഈ കൃഷ്ണനെയൊക്കെ കാണുന്നത്, അല്ലേ? നമ്മളൊക്കെ ലൗകികമായിട്ടുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. ഭഗവാൻ അങ്ങനെയാണോ? ഭഗവാൻ ഈശ്വരനല്ലേ അവിടുന്ന്? അതിനൊക്കെ എല്ലാത്തിനും, എല്ലാ ഗുണങ്ങൾക്കും ഒക്കെ അതീതനായിട്ടുള്ള ആളാണ് ഭഗവാൻ. ആ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സദാചാരങ്ങൾ വല്ലതും ഉണ്ടോ അവിടെ? ദുരാചാരങ്ങളോ സദാചാരങ്ങളോ നമ്മൾ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള വർണ്ണാശ്രമ ധർമ്മങ്ങളൊന്നും ഒരിക്കലും ഭഗവാന് അത് ബാധിക്കുന്നതല്ല. കാരണം എന്താണ്? ഭഗവാനൊക്കെ അതിനൊക്കെ അതീതനായിട്ടുള്ള ആളാണ് അവിടെ. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ലൗകിക ധർമ്മങ്ങൾ ഒരിക്കലും അവിടെ ബാധിക്കില്ല. പരീക്ഷിത്തെ. അപ്പം ഭഗവാൻ ധർമ്മമല്ലാത്തത് ചെയ്യുന്നുണ്ടെന്നോ ധർമ്മമായിട്ടുള്ളത് ചെയ്യുന്നുണ്ടെന്നോ, ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്നോ സ്നേഹിക്കാതിരിക്കുന്നുണ്ടെന്നോ, ദുഃഖമുണ്ട് സുഖം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ലൗകികമാണ്, അല്ലെ? അപ്പം ഈ പരീക്ഷത്തെ ഇപ്പൊ അവിടുത്തെ ഈ ലൗകികമായിട്ടുള്ള ആ ബുദ്ധി കൊണ്ട് ഭഗവാനെ അവിടെ അളന്നു. ഇതുപോലെയാണ് നമ്മളും. പണ്ട് ശ്രീരാമേന്ദ്ര സ്വാമി മാംസം കഴിച്ചിട്ടുണ്ട്, പിന്നെ എന്തേ ഈ മാംസം കഴിച്ചാല് എന്ന് പറഞ്ഞിട്ട് കയ്യും പൊക്കി ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ആളുകളുടെ പൊട്ട ബുദ്ധിക്ക് തുല്യമാണ് ഇപ്പൊ പരീക്ഷത്തെ അവിടുത്തെ ഈ ചോദ്യം. അപ്പം ധർമ്മമല്ലാത്തത് ചെയ്യുന്നതും പിന്നെയോ സാഹസം, ഈശ്വരാണാംച്ച സാഹസം, അല്ലെ? അപ്പം സാഹസ കൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നതും ഒക്കെ കണ്ടുവരാറുള്ളതാണ് യഥാർത്ഥത്തില്. പിന്നെയോ തേജീയസാം നദോഷായ വന്യേ സർവഭുജോ യഥാ. തേജസ്വികളായിട്ടുള്ള, അങ്ങനെ തേജസ്വികളായിട്ടുള്ള ഈശ്വരനായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കർമ്മ ചില ഈ പറഞ്ഞതായിട്ടുള്ള തെറ്റും ശരിയും ഗുണവും ദോഷവും ഇങ്ങനെയുള്ള കർമ്മഫലങ്ങളൊന്നും, ലൗകിക ധർമ്മങ്ങളൊന്നും അവിടുന്ന് ഏൽക്കാത്തതായിട്ടുള്ള ആ പിന്നെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? അഗ്നിയെ പോലെയാണെന്ന് പറയാണ്, അല്ലെ? വന്യേ സർവഭുജോ യഥ. അഗ്നിയിൽ എങ്ങനെയാണ്? അഗ്നിയിൽ എന്തിട്ടാലും അല്ലെ ദഹിപ്പിക്കുന്ന, എല്ലാം ദഹിപ്പിക്കുന്ന ഒരു അഗ്നിയെ പോലെ ഈ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവിടെ ഒരു ദോഷവും ഒരു ഗുണവും അവിടെ ബാധിക്കുന്നില്ല എന്ന് പറയാണ്. അങ്ങനെയുള്ള ഈശ്വരൻ അല്ലേ പരീക്ഷത്തെ ഭഗവാൻ? നൈത് സമാചരേ ജാതു മനസാഭിഹനീശ്വര വിനശ്യത്യാചരൻ മൗഢ്യാത് യഥാ രുദ്രോഭിജം വിഷം. എന്നിട്ട് പറയാണ്, നമ്മളൊക്കെ ഈ പൊട്ട ബുദ്ധിയില്, ഈ മനുഷ്യ ബുദ്ധി കൊണ്ട് ഭഗവാൻ ചെയ്തതിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാല്, ഒന്ന് ആലോചിച്ച് നോക്കുന്നു അവിടെ. അപ്പം ഈശ്വരത്വം ഇല്ലാത്തതായിട്ടുള്ള മാനുഷിക ബുദ്ധി കൊണ്ട് നമ്മള് ഈശ്വരത്വമുള്ള ഭഗവാനെ കൊണ്ടിട്ട് പറയണ ഭഗവാൻ ചെയ്തത് ശരിയാണോ? ആപ്തകാമനല്ലേ? വല്ല കാര്യമുണ്ടോ? ഈ അന്യ സ്ത്രീകളെയൊക്കെ ചെന്ന് കെട്ടിപ്പിടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്, അത് നമ്മളുടെ പൊട്ട ബുദ്ധി കൊണ്ടാണ് ഈശ്വരത്വത്തെ നമ്മൾ അവിടെ. ഭഗവാനെ ഇതൊന്നും ബാധിക്കുന്നില്ല. അതിനൊരു നല്ലൊരു ഉദാഹരണം പറയുന്നു. എന്താണ്? രുദ്രോബ്ധിജം വിഷം. രുദ്രഹ അബ്ധിജം വിഷം. പണ്ട് ഒരിക്കലും ഓർക്കുന്നുണ്ടോ? പാലാഴി മഥന കാലത്ത്, അല്ലെ? മഹാദേവൻ എന്ത് ചെയ്തു? മഹാദേവൻ ആ വന്നതായിട്ടുള്ള കാളകൂട വിഷം, അല്ലെ? പ്രീതൗഹരേ, അല്ലെ? ഹരിക്ക് പ്രീതി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് എപ്പോഴാ ഹരിക്ക് പ്രീതി ഉണ്ടാകുക? പ്രീതം സ ചരാചര. ചരാചരങ്ങൾക്ക് എപ്പോഴാണോ സന്തോഷം ഉണ്ടാകുന്നത്, അതിനു വേണ്ടിയിട്ട് നമ്മള് ആ തൻ്റെ, അല്ലെ, പ്രജകളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഈ വിഷം കഴിച്ചു കഴിഞ്ഞാലാണ് എന്റെ ഈശ്വരനായിട്ടുള്ള മഹാവിഷ്ണു സന്തോഷിക്കുക എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി അതെടുത്ത് അവിടുന്ന് അങ്ങ് സേവിച്ചു, അല്ലെ? കാളകൂട വിഷം അവിടുന്ന് അങ്ങ് സേവിച്ചു. എന്തേ? അതാ കണ്ഠത്തിൽ ചെന്നത്തേക്കും അവിടെ നിന്നു. എന്തേ നിന്നെന്ന് പറയാൻ കാരണം, അവിടെ കൊണ്ട് നിർത്തി മഹാദേവൻ. എന്താ നിർത്താൻ കാരണം? ഉള്ളിലെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഹൃദയകമലത്തിലെ ആ ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണന്മാര് അങ്ങനെ ഇളകിയിരിക്കുന്ന കൃഷ്ണന്റെ അടുത്തേക്ക് എങ്ങാനും വിഷം പോയാലോ എന്ന് വിചാരിച്ചുകൊണ്ടാണോ? അറിയില്ല. എന്തായാലും അന്ന് ആ രുദ്രൻ കഴിച്ചതായിട്ടുള്ള ആ വിഷം എന്തേ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കും അത് കഴിച്ചാൽ എന്താ? കഴിക്കുന്നതിന് വിരോധമില്ല, വിവരം അറിയും, അല്ലെ? പിന്നെ വലിയ താമസമൊന്നുമില്ലാതെ സിദ്ധി കൂടും അപ്പൊ തന്നെ. അപ്പം ഈ ഭഗവാൻ ചെയ്യുന്ന ലീലകളെ അനുകരിക്കുവാനോ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പം പരമേശ്വരനായിട്ടുള്ള ആ രുദ്രൻ അമൃതമഥനത്തിലൂടെ ആ കാളകൂട വിഷം അവിടുന്ന് ഭക്ഷിച്ചുകൊണ്ട് എങ്കിൽ മറ്റാരെങ്കിലും, അല്ലെ, ഇത് അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഫലം? സർവനാശമാണ് അവിടെ ഫലം.
അല്ലെ? ഇതാണ് നമ്മൾ ഈശ്വരനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അതാണ്. അപ്പം നമ്മൾ എങ്ങനെ വേണം ഈശ്വരനെ കാണാൻ? ഈശ്വരനെ കാണാൻ നമ്മൾ ഈശ്വരത്വം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈശ്വരന്റെ ലീലകളെ നമ്മൾ അനുസ്മരിക്കുവാൻ. അവിടെ എന്തേ അവിടെ ചെയ്യേണ്ടതുള്ളൂ ശരിക്ക്? ഈശ്വരാണാം വചസ്സത്യം, അല്ലെ? അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നു, ഈശ്വരാണാം വചസ്സത്യം തഥൈവാചരിതം ക്വചിൽ തേഷാം യൽ സ്വവചോ യുക്തം ബുദ്ധിമാം തൽ സമാചരേ. അതുകൊണ്ട് പരീക്ഷിത്തെ, ഈശ്വരന്റെ വാക്കുകളെയൊക്കെ സ്വീകരിക്കുക അവിടെ, അല്ലെ? ഈശ്വരത്വമുള്ള ആ ഉപദേശ വാക്കുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ ശിരസാ നമ്മൾ അങ്ങോട്ട് വഹിച്ച് കൊണ്ട് അത് ആചരിക്കണം. അത് വേണ്ട പോലെ. തഥൈവ ആചരിതം ക്വചിൽ, അത് വേണ്ടതുപോലെ ആചരിക്കുക. തേഷാമ്യൽ വചോയുക്തം ബുദ്ധിമാംസൽ സമാചരേൽ, അത് അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ അവര് ചെയ്യുന്നതായിട്ടുള്ള ഈ സദാചാരങ്ങള്, വർണ്ണാശ്രമ ധർമ്മങ്ങളോട് കൂടിയിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നതായിട്ടുള്ള വിവേകികളായിട്ടുള്ളവര് അനുസരിക്കുക തന്നെ വേണം. വിവേകികളാണെങ്കിൽ അത് അനുസരിക്കുക തന്നെ വേണം എന്നവിടെ പറയുകയാണ്. അപ്പം ഈ ധർമ്മ സേതുക്കളുടെ വക്താവും രക്ഷിതാവും അല്ലേ എന്നതിന്റെ ഒരു സമാധാനമാണ് ഇത്. ഇപ്പം മനസ്സിലാക്കിക്കൊള്ളുക, ഇതിനൊക്കെ കാര്യകാരണ ബന്ധത്തോടു കൂടി നോക്കുന്ന ആ കാരണഭൂതനായിട്ടുള്ള ഭഗവാനാണ് ഇതെല്ലാം അവിടെ ചെയ്യുന്നത്, അല്ലെ? ഗോപികൾക്ക് നൽകിയതായിട്ടുള്ള ഉപദേശം നമ്മൾ നേരത്തെ കണ്ടു. 29ാമത്തെ അധ്യായത്തില് എന്താണ്? ഭർത്തുശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മോ, ഇല്ലേ? ഇങ്ങനെയുള്ള ഉപദേശങ്ങളെയൊക്കെ ഹേ ഗോപികളെ, അല്ലെങ്കിൽ പരീക്ഷിത്തെ, അതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. അത് അനുസരിക്കേണ്ടവയായും മറിച്ചായി കഴിഞ്ഞാൽ അത് അധർമ്മമായി അവിടെ, അല്ലെ? അപ്പൊ ഭഗവാൻ പറയുന്നതായിട്ടുള്ള ഉപദേശങ്ങളെ സ്വീകരിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. ഭഗവാൻ ചെയ്യുന്ന കർമ്മങ്ങളെ അതൊരിക്കലും നമ്മൾ അനുകരിക്കാൻ ചെയ്യരുത്. കാരണം എന്താണ്? ഈ ഈശ്വരനും നമ്മൾ മനുഷ്യനുമായിട്ടുള്ള വ്യത്യാസം അവിടെ ഉണ്ടത്. അങ്ങനെ അത് മറിച്ചായി കഴിഞ്ഞാൽ അത് അധർമ്മത്തിന് കാരണമായിട്ട് വരും. അപ്പം ഈ പറഞ്ഞതിന് വിപരീതമായിക്കൊണ്ട് നമ്മൾ അവരോട് പെരുമാറിക്കഴിഞ്ഞാൽ അത് അനുകരണീയമായിട്ട് അതിനെ സ്വീകരിക്കാൻ സാധിക്കുന്നതല്ല എന്ന് നമുക്കറിയാൻ സാധിക്കും. സുദാമാവിന്റെ ചരിത്രത്തിൽ പറയും, എന്താണ്? ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ, അല്ലെ? അത് ഭഗവാൻ ഇവിടെ ശരിക്ക് നിരുപാധികമായിട്ട് അവിടെ വേണ്ട രീതിയിൽ ഇവിടെ പൂർത്തിയാക്കി എന്ന് പറയാണ്. എങ്ങനെയാണ് പൂർത്തിയാക്കിയത്? ഗോപികമാരെ ഒക്കെ തന്റെ ശിഷ്യൻ എങ്ങനെയാണോ, ഗുരുനാഥൻ ശിഷ്യന്മാരുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കുന്നത് എങ്ങനെയാണോ, അല്ലെങ്കിൽ അച്ഛനമ്മമാർ മക്കളുടെ ദുഃഖം എങ്ങനെയാണോ ഇല്ലാണ്ടാക്കുന്നത്, അതേപോലെ അവരെങ്ങനെ ആയിക്കോട്ടെ, ഗോപികമാരെങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശിഷ്യന്മാരെങ്ങനെ ആയിക്കോട്ടെ, ഗുരുനാഥന് ഒരേ ഒരു മതം മാത്രമേ ഉള്ളൂ, ഒരേ അഭിപ്രായമുള്ളൂ. എന്താണ്? എന്റെ ശിഷ്യനിലുള്ള എല്ലാ ദുഃഖങ്ങളും മാറി അയാൾക്ക് വേണ്ടതായിട്ടുള്ള ആ സത്യസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരണം. ഇതാണ് ഏതൊരു ഗുരുനാഥന്റെയും മുഖ്യമായിട്ടുള്ള ലക്ഷ്യം. അതാണ് ഭഗവാൻ ഇവിടെ കാണിച്ചത്. തന്റെ പ്രേയസികളായിട്ടുള്ള ആ ഗോപികമാരുടെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റിക്കൊണ്ട് അവർക്ക് സത്യസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ആ ഗുരുവിന്റെ അനുഗ്രഹം സിദ്ധിച്ചു കഴിഞ്ഞാൽ അവനവന്റെ പ്രാപ്തിക്ക് അനുസരിച്ച് ആർക്കും എന്തും ചെയ്യാൻ സാധിക്കും എന്ന് പറയാണ്. അവിടെ പിന്നെ എന്താണ്? ആ മനുഷ്യത്വം ഈശ്വരത്വം ആയിട്ടുള്ള വ്യത്യാസം എവിടെയാണ്? മനുഷ്യത്വം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഗുണങ്ങൾക്ക് ചേർന്ന് നിൽക്കുന്നത് ഒരു അനുഭവത്തിലാണ്. ഈ ഗുണങ്ങൾക്ക് അതീതനുമായിട്ടുള്ള ജീവൻ മുക്തന്മാരുണ്ട്. അവര് ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രശ്നമില്ല. അപ്പം ആ ഒരു ഭാവത്തിലേക്ക് എത്തിക്കുക, ഈ ഒരു ഈശ്വരത്വത്തിലേക്ക് എത്തിക്കുകയാണ് യഥാർത്ഥത്തില് ഭഗവാൻ ഗോപികൾക്ക് കൊടുത്തതായിട്ടുള്ള ആ ഉപദേശങ്ങളും ആ ലീലകളും ഒക്കെ തന്നെ. എന്നിട്ട് പറയുന്നു, കുശലാചരിതേ നൈഷാമിഹ സ്വാർത്ഥോ ന വിദ്യത്തെ വിപര്യേണ വാനർത്ഥോ നിരഹങ്കാരിണാം പ്രഭോ കിമുതാഖില സത്വാനാം തിര്യങ് മർത്യദിവൗകസാമീഷു ദുശ്ചേഷിതവ്യാനാം കുശലാകുശലാന്വയാം. അപ്പം അവിടെ പറയുന്നു, ഇവിടെ ശരീരാഭിമാനം ഇല്ലാതായിട്ടുള്ള, അതാണ് അവിടെ കുശലാചരിതേനീഷാമിഹ സ്വാർത്ഥോന്ന വിദ്യതേ, ഒരു സ്വാർത്ഥതയും ഇല്ലാത്തവരാണ് യഥാർത്ഥത്തിൽ ജീവൻ മുക്തന്മാരായിട്ടുള്ളവര്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവര് സൽക്കർമ്മങ്ങൾ കൊണ്ട് ഈ ഇഹലോക സൗഖ്യമോ അല്ലെങ്കിൽ പരലോകത്തിലുള്ള സുഖമോ ഒന്നും അവര് അനുഭവിക്കുന്നില്ല. ഉണ്ടോ?
അല്ലെ, നിഷ്കളങ്കരായിട്ടുള്ള സജ്ജനങ്ങള്, അല്ലെങ്കിൽ എല്ലാം വിട്ട് ഉള്ള ആ ആത്മാരാമന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുഃഖമുണ്ടോ സുഖമുണ്ടോ? അല്ലെ, അവർ ചെയ്യുന്നതായിട്ടുള്ള പല അധർമ്മ ആചരണത്തിൽ അവർ ദുഃഖിക്കുന്നുണ്ടോ? ഇല്ല. അവരാൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അത് അറിയുന്നു പോലുമില്ല എന്നുള്ളതാണ് ഈ സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ ആത്മാരാമന്മാരായിട്ടുള്ളവര്, അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവിടെ ബാധിക്കുന്നില്ല. പക്ഷിമൃഗാദികള്, മനുഷ്യര്, ദേവന്മാര് മുതലായിട്ടുള്ള സമസ്ത ജീവജാലങ്ങളുടെയും ഒക്കെ എന്താണ്, നിയന്താതാവായിട്ടുള്ള ആളാണ് ഈശ്വരൻ. ആ ഈശ്വരനാണ് യഥാർത്ഥത്തിൽ ഇന്ന് കൃഷ്ണനായിക്കൊണ്ട് ഭഗവാൻ ഇവിടെ അവതരിച്ചു വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഈശ്വരനായിട്ടുള്ള കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗുണമോ ദോഷമോ, അല്ലെങ്കിൽ സുഖമോ ദുഃഖമോ, പുണ്യമോ പാപമോ ഒന്നും അവിടെ അനുഭവിക്കുന്നില്ല. അവിടെ ഒരിക്കലും അതുമായിട്ട് ഒരു സംബന്ധം പോലും എങ്ങനെ വരാനാണ് അല്ലെ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം? അതുകൊണ്ട് അവിടെ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജീവന്മാർക്ക്, അതുപോലെ മുക്തന്മാരായിട്ടുള്ളവർക്കും ഒന്നും ഈ ഗുണദോഷങ്ങളൊന്നും അവിടെ ബാധിക്കുന്നില്ല. പിന്നെ എന്താണ്, അവരെന്തിനാണ് പിന്നെ ഇവിടെ ഈ ജനിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, കുറച്ച് ചില പ്രാരബ്ധ കർമ്മങ്ങള് ചെയ്തു തീർക്കുവാൻ വേണ്ടി ഇവിടെ ഈ ഭൂമിയിലേക്ക് വന്ന് അനുഭവിക്കുന്നു. അപ്പം ആ പ്രാരബ്ധ കർമ്മങ്ങള് അവശേഷിച്ചതായിട്ടുള്ള അത് മാത്രം അനുഭവിക്കുവാൻ വേണ്ടി മാത്രം അവർ വന്നിരിക്കുന്നു. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ സൽക്കർമ്മ ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങളൊന്നും അവര് അനുഭവിക്കുന്നില്ല. പുണ്യപാപങ്ങളുമായിട്ടൊന്നും യാതൊരുവിധ ബന്ധവുമില്ല എന്ന് അവിടെ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ പറയുന്നു, യൽപാദ പങ്കജ പരാഗ നിഷേവ വൃതൃപ്ത യോഗപ്രഭാവ വിധുതാഖില കർമ്മബന്ധാഹ സ്വൈരം ചരന്തി മുനയോപി നഹ്യമാനസ്തസ്യേച്ഛയാത്തവപുഷ കുതയേവ ബന്ധ. അവിടെ പറയുന്നു, ഭഗവാന്റെ ആ പാദപങ്കജങ്ങൾക്ക് എന്താണ് സൗരഭം കൂടെ പറയുന്നുണ്ട് അല്ലെ. പങ്കജ പരാഗ നിഷേവ തൃപ്ത, പാദപങ്കജ സൗരഭം ആസ്വദിച്ചതായിട്ടുള്ള ഭക്തന്മാര്, അങ്ങനെയുള്ള ആ ഭക്തന്മാര്. പിന്നെയോ, അതായത് പദഭജനം ശ്രേയ, പാദങ്ങളെ എന്നും ആശ്രയിക്കുന്നതായിട്ടുള്ള ഭക്തന്മാരും യോഗചര്യ കൊണ്ട് ഇന്ന് യോഗപ്രഭാവ വിധുതാഖില കർമ്മബന്ധ, ആ യോഗസിദ്ധികളെ കൊണ്ട് അല്ലെങ്കിൽ യോഗചര്യകളെ കൊണ്ട് ദൂരീകൃതമാക്കുന്നതായിട്ടുള്ള കർമ്മബന്ധത്തോടു കൂടിയതായിട്ടുള്ള, അല്ലെ കർമ്മബന്ധത്തിനും ഒക്കെ അതീതനായിട്ടിരിക്കുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാരും യോഗപ്രഭാവ വിധുതാഖില കർമ്മബന്ധ. പിന്നെ സ്വൈരം ചരന്തി മുനയോപി, അങ്ങനെ സുഖമായിട്ട് ഇന്ന് ചരിക്കുന്നതായിട്ടുള്ള ആ ഋഷീശ്വരന്മാര് അപ്പൊ അങ്ങനെയുള്ളവരും കർമ്മബന്ധത്തിന് അതീതനായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം ഇച്ഛാമാത്രേണ, അതാണ് അവിടെ പറയുന്നത് അല്ലെ. തസ്യ ഇച്ഛ ആത്തവപുഷ, ആ ഇച്ഛയോട് കൂടിയിട്ട് ഈ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ അവിടെ. അപ്പം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചുകൊണ്ട് ശരീരം ധരിച്ചവനുമായിട്ടുള്ള ആ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അല്ലെ, ഭഗവാൻ ഒരു ലീലയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ശ്രീകൃഷ്ണ രൂപം സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ഭഗവാൻ അവിടെ കർമ്മബന്ധങ്ങളെ ഒന്നും നമുക്ക് അവിടെ കൽപ്പിക്കാൻ സാധിക്കുകയില്ല. പരീക്ഷത്തെ കൊണ്ട് ഭക്തന്മാര്, യോഗികള്, ഋഷീശ്വരന്മാര്, ഇവർക്ക് പോലും ഇല്ലാത്തതായിട്ടുള്ള പുണ്യ പാപ ബന്ധം സ്വന്തം ഇഷ്ടത്തിന് സ്വേച്ഛയോടുകൂടി ഇവിടെ അവതാരത്തെ സ്വീകരിച്ചിരിക്കുന്നതായിട്ടുള്ള സാക്ഷാൽ ജഗതീശ്വരനെങ്കിൽ ഒരിക്കലും നമുക്ക് അത് ആരോപിക്കുന്നത് ശരിയല്ല. അത് ഒരിക്കലും തീരെ അവിടെ ലേശം പോലും ആ ഭഗവാൻ അത് സ്പർശിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഗോപീനാം തൽപതീനാം ജ സർവേഷാമേവ ദേഹിനാം യോന്തശ്ചരതി സോധ്യക്ഷ ക്രീഡേനേനേഹ ദേഹഭാ അനുഗ്രഹായ ഭൂതാനാം മാനുഷം ദേഹമാസ്ഥിത ഭജത്തെ താദൃശീ ക്രീഡ യാ ശ്രുത്വാ തൽപരോ ഭവേത് അസൂയൻ ഖലു കൃഷ്ണായ മോഹിതാസ്തസ്യ മായയാ മന്യമാനാ സ്വപാർശ്വസ്ഥാൻ സ്വാൻ സ്വാൻ ദ്വാരാൻ പ്രചൗകസാം. പിന്നെ പറയുകയാണ്, ഭഗവാൻ ഇവിടെ ചെയ്തതായിട്ടുള്ള ഓരോ ലീലകളും നോക്കിക്കഴിഞ്ഞാല് ഗോപികമാരുടെയും അവരുടെ ഭർത്താക്കന്മാരുടെയും എന്ന് മാത്രമല്ല സർവ ജീവരാശികളുടെയും ഒക്കെ എന്താണ് അന്തര്യാമി ആയിക്കൊണ്ട് ഹൃദയാന്തർഭാഗത്ത്
ഒരു സാക്ഷിയായിക്കൊണ്ട് വർത്തിക്കുന്നതായിട്ടുള്ള ആ ഒരു ഭഗവാൻ, ആ ഒരു ഈശ്വരൻ ഇന്നിപ്പോ എന്തിനു വേണ്ടാണ് ഈ ഒരു ശരീരം സ്വീകരിച്ചത് തന്നെ എന്തിനു വേണ്ടാണ്? ക്രീഡാ വിനോദം അല്ലെ? അത് ഒരു ക്രീഡയ്ക്ക് വേണ്ടി, ക്രീഡേനേക ദേഹഭാഗ്, ഒരു ലീല ചെയ്യുവാൻ വേണ്ടിയിട്ട് ആ വേഷം ധരിച്ചു എന്നുള്ളതല്ലാതെ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ അനുഗ്രഹായ ഭൂതാനാം മാനുഷം ദേഹമസ്ഥിത? ഇവിടെ അല്ലെ അനുഗ്രഹത്തിന് വേണ്ട സർവ്വജീവജാലം, ഈ മനുഷ്യാവതാരം ഭഗവാൻ എന്തിനു വേണ്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് അല്ലെ? ഏതേത് ലീലാഖ്യാനങ്ങൾ അല്ലെ, പിന്നെ പറയുന്നത് എന്താണ്? അങ്ങനെയുള്ള ഭഗവാന്റെ കഥകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, അതായത് ഭജതേ താദൃശീ ക്രീഡ യാ ശ്രുത്വാ തൽപരോ ഭവേൽ, അങ്ങനെയുള്ള ഭഗവാന്റെ ഭാഗവത കഥകള് ഒക്കെ നമുക്ക് ശ്രവിക്കാൻ സാധിച്ചു കഴിഞ്ഞാല് ഈ രാസക്രീഡകളും ലീലകളും ഒക്കെ നമുക്ക്, ആരൊക്കെയാണോ ഇതൊക്കെ ശ്രവിക്കുന്നത്, ഇങ്ങനെ ഈ രാസക്രീഡ സദാസമയവും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഭഗവാന്റെ ആ യോഗമായയുടെ വൈഭവത്തെ കൊണ്ട് ഇന്ന് ഗോപന്മാർ അവരവരുടെ ഭാര്യമാര് അവരവരുടെ സമീപത്ത് തന്നെ ഉള്ളതായിക്കൊണ്ട് വിചാരിച്ചുകൊണ്ട്, അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു സത്യം. അതാണ് ഈ രാസലീല നടക്കുന്ന സമയത്ത് ഒരു ഗോപിക്ക് ഒരു കൃഷ്ണൻ എന്നുള്ളത്, അങ്കനാം അങ്കനാം ചാന്തരാമാധവം മാധവം മാധവം ചാന്തരേ ചാന്തരേണാങ്കനാം അല്ലെ? ഒരു രണ്ട് ഗോപികമാരുടെ നടുക്ക് കൃഷ്ണൻ, അല്ലെങ്കിൽ രണ്ട് കൃഷ്ണന്മാരുടെ നടുക്ക് ഒരു ഗോപി എന്നുള്ള രീതിയിൽ ഇന്ന് രാസലീല അവിടെ അനുഭവിക്കുന്ന സമയത്തും അവരവരുടെ ഭർത്താക്കന്മാരുമായിട്ട് വേണ്ട രീതിയിൽ പതിവ് പോലെയുള്ള ആനന്ദം അവര് പങ്കിട്ടിരുന്നു എന്ന് അവിടെ പറയുന്നു അവിടെ. അപ്പം എന്താണ്? യോഗമായാമുപാശ്രിത, ആദ്യം തന്നെ പറഞ്ഞു, ആ യോഗമായയുടെ വൈഭവത്തെ കൊണ്ടാണ് അവരവരുടെ സമീപത്തിലുള്ള ആ ഭർത്താക്കന്മാരോടുകൂടി ചേർന്ന് അവർക്ക് ആനന്ദത്തെ അനുഭവിക്കാൻ സാധിച്ചത്. അപ്പം ഇതെല്ലാം ആ ഭഗവാന്റെ പേർക്ക് അവർക്ക് ആർക്കും യാതൊരുവിധ പരിഭവവും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയാണ്. ആർക്ക്? ഭർത്താക്കന്മാരായിട്ടുള്ളവർക്ക്, ഗോപന്മാർക്ക്. അതുകൊണ്ട് ആ ബ്രാഹ്മ മുഹൂർത്തം അല്ലെ സമീപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, ബ്രാഹ്മ മുഹൂർത്തം എത്തിയതോടുകൂടി എന്തായി അവിടെ? ഭഗവാൻ ആ ശ്രീകൃഷ്ണന്റെ എല്ലാ വിധത്തിലുള്ള അനുമോദനത്തോടു കൂടിയിട്ടുള്ള നിർദ്ദേശപ്രകാരം ആ ഗോപികമാരൊക്കെ ആ മനമില്ലാ മനസ്സോടുകൂടി എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിലേക്ക് അവിടുന്ന് പോയി. നാസൂയൻ ഖലു കൃഷ്ണായ മോഹിതാസ്തസ്യ മായയാ മന്യമാനാസപാർശ്വസ്ഥാൻ സ്വാൻസ്വാന്താരാൻ വ്രജോഗസ, എല്ലാവരെയും ആനന്ദാതിരേഖത്തിലേക്ക് എത്തിച്ചതിന് ശേഷം ഗോപികമാരൊക്കെ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് തിരിച്ച് യാത്രയായി എന്ന് പറയുകയാണ്. എന്നിട്ടോ ബ്രഹ്മരാത്ര ഉപാവർത്തെ വാസുദേവ അനുമോദിതാഹ അനിച്ഛന്യോ യയുർഗോപ്യ സ്വഗൃഹാൻ ഭഗവത് പ്രിയാഹ. പിന്നെ ആ ബ്രാഹ്മ മുഹൂർത്തം, അതാണ് ബ്രഹ്മരാത്ര ഉപാവൃത്തെ എന്നവിടെ പറയാൻ കാരണം അതാണ്. അപ്പം ആ ബ്രഹ്മമുഹൂർത്തത്തില് രാത്രിയുടെ എന്താ പറയുക, ഒരു അഹസ് പകരുക എന്ന് പറയും. നമ്മളൊക്കെ നമ്മളുടെയൊക്കെ ഇന്നത്തെ ദിവസം മാറല് അല്ലെ, ഇംഗ്ലീഷുകാരുടെ ദിവസമാണ് നമ്മൾ പറയുക. ഇംഗ്ലീഷുകാർക്കാണ് 12 മണിയുടെ സമയം. നമ്മൾ അത് ആചരിച്ചുകൊണ്ട് പോവുക. ശരിക്കും യഥാർത്ഥത്തിൽ നമുക്കതല്ല നമ്മളുടെ ദിവസം മാറ്റില്ല. നമ്മുടെ ദിവസം മാറുക എന്ന് പറഞ്ഞാല് അഹസ് പകരുക എന്ന് പറയും. അത് എപ്പോഴാണ്? ബ്രാഹ്മ മുഹൂർത്തമാണ്. ആ സമയത്ത് നമ്മൾ മൂടി പുറച്ച് കിടന്നുറങ്ങുക, ദിവസം മാറുന്ന സമയത്ത് അല്ലെ, 2:30 സമയത്ത്, 2:45, 3 മണി സമയത്താണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് ഉണരണം. ആ നമ്മളുടെ ഒക്കെ ശരിക്ക് നമ്മളൊക്കെ പറയല്ലേ, കാലത്തെ എഴുന്നേക്കണം എന്നൊക്കെ പറയല്ലേ. ഈ കാലത്തെ എഴുന്നേക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? കാലം മാറുമ്പോൾ, രാത്രി മാറുമ്പോൾ, ദിവസം മാറുമ്പോൾ തന്നെ ആ ദിവസത്തിന്റെ ആദ്യത്തെ ആ മുഹൂർത്തത്തിൽ ഞങ്ങൾക്ക് എഴുന്നേക്കാൻ സാധിക്കണം. അവിടെയാണ് ഭഗവാന്റെ ദിനചര്യയിൽ നമുക്ക് കാണാൻ സാധിക്കും. ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? ശരിക്കും വേറൊന്നുമല്ല, ആ ഒരു സമയത്ത് പ്രപഞ്ചം മുഴുവൻ നിശ്ചലമാണ്. അവിടെ ആ ജീവാത്മാ പരമാത്മാ ബന്ധം മാത്രമായിട്ടിരിക്കുന്ന സമയം, നിശ്ചലമായിട്ടുള്ള ഒരു സമയമാണ് ഈ 2:45 സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് മറ്റൊരു വികാരങ്ങൾക്കും അടിസ്ഥാനമില്ല, മറ്റൊരു ഗുണങ്ങളും നമ്മളെ ബാധിക്കുന്നില്ല. അങ്ങനെ നിർവികാരതയുടെ, നിർഗുണമായിട്ടുള്ള ആ നമ്മളുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് ഭഗവാനോട് ചേർന്നിരിക്കുന്ന സമയമാണിത്.
ആ സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താണ് ഗുണം കിട്ടുക? എന്താ ഗുണം കിട്ടുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് സുഖമായിട്ട് മനസ്സിന്റെ ആ സന്തോഷത്തോടെ നമ്മൾ പറയല്ലേ, സുഷുപ്തി എന്നുള്ളൊരു അവസ്ഥ നമ്മൾ പറയും അല്ലേ? നമുക്ക് സ്വപ്നങ്ങളില്ലാത്ത അല്ലെ, ഒരു 5 മിനിറ്റ് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ 5 മണിക്കൂർ ഉറങ്ങി എഴുന്നേറ്റ് വരും. എത്രയോ നേരമായി ഞാൻ കിടക്കുന്നു, 5 മിനിറ്റേ ഉള്ളൂ. ഇന്ന് അങ്ങനെ ഒരു ചെറിയൊരു കിടപ്പ് ഞാൻ കിടന്നതാ എന്റെ രാവിലത്തെ ഇന്നത്തെ. ഞാൻ ഇന്ന് അഞ്ചേകാലൊക്കെ ആയപ്പോഴത്തേക്കും സൂമൊക്കെ ഓൺ ആക്കിയിട്ട് ഞാൻ എന്നാ ഒന്ന് 10 മിനിറ്റ് 5 മിനിറ്റ് കിടക്കാം എന്ന് വിചാരിച്ച് കിടന്നു. അത് പറ്റിപ്പോയി, സുഷുപ്തിയായി പോയി എന്ന് പറയുകയാണ്. എന്തായാലും ആ ഒരു സുഖം, ആ ഒരു സുഖം എങ്ങനെയാണ് കിട്ടുന്നത്? അത് ഭഗവാനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ആ സമയത്ത് നമുക്ക് ഉണരാൻ സാധിക്കണം. ആ സമയത്ത് ഉണർന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ മനസ്സിൽ അപ്പൊ തന്നെ എന്താ, അത് ഫില്ല് ചെയ്യണം. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഒരു ധ്യാനം, ഭഗവാന്റെ ദിനചര്യ നോക്കി അറിയാൻ സാധിക്കും നമുക്ക്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ബ്രാഹ്മ മുഹൂർത്തത്തില്, ബ്രാഹ്മോ മുഹൂർത്തോ രാത്രേഹ പശ്ചിമോ യാമം, അതായത് യാമം തീർന്നോടെ, യാമം തീർന്ന് അടുത്ത ദിവസത്തെ യാമത്തിലേക്ക് തുടങ്ങുകയാണ്, സരസ്വതി യാമത്തിലേക്ക് തുടങ്ങുന്ന ആ ഒരു ഘട്ടം. അപ്പം ആ എന്താണ് രാത്രിയുടെ ഒടുവിലത്തെ യാമം അവിടുന്ന് കഴിഞ്ഞ് അടുത്ത യാമം ആരംഭിക്കുന്ന സമയം. അപ്പം എന്താണ് ഒരു 30 നാഴിക എന്നൊക്കെയാണ് കണക്ക് പറയാ. 30 നാഴിക എന്താണ് എന്നെടുത്തു കഴിഞ്ഞാല് വെളുക്കാൻ 7:30 നാഴിക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? വെളുക്കാനുള്ള 7:30 നാഴിക എന്നുള്ള രീതിയിലൊക്കെ ആ ബ്രാഹ്മ മുഹൂർത്തത്തില് എല്ലാവരെയും അവരവരുടെ ധാമത്തിലേക്ക് ഭഗവാൻ ആ സന്തോഷം അല്ലെ, അവർക്കൊക്കെ എന്തായി, അവർക്കൊക്കെ നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചു എന്ന് പറയാണ് ഈ ഒരു അനുഭവം. ഭഗവാനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി, അതേ ഭാവത്തോടു കൂടി ഗോപികമാരെ എല്ലാവരെയും അവരവരുടെ ഗൃഹങ്ങളിലേക്കായിട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെയുള്ള ആ സന്ദർഭോചിതമായിട്ട് നമുക്ക് കാണാൻ അവിടെ എന്താണ്, ഇവിടെ ഭഗവാൻ അന്വിച്ഛന്ത്യോ ഗോപ്യ സ്വഗൃഹാൻ ഭഗവൽ പ്രിയ, അവരവരുടെ ഗൃഹങ്ങളിലേക്ക് ആ ഭഗവാന്റെ അനുഗ്രഹ അമൃത് മുഴുവൻ മനസ്സിൽ നിറച്ചുകൊണ്ട് ഗൃഹങ്ങളിലേക്ക് പോയി. അപ്പം അങ്ങനെയുള്ള ആ രാസ പഞ്ചായിയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് ഫിനിഷ് ചെയ്യണം. അവിടെ ബ്രഹ്മരാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ രാത്രി എന്നും വേണമെങ്കിൽ ഒരു അർത്ഥം എടുക്കാം, ബ്രഹ്മാവിന്റെ രാത്രി എന്നുള്ള ഒരു അർത്ഥം എടുക്കാം. ആ വീക്ഷണത്തിൽ എന്താണ്, അപ്പം രാസക്രീഡയുടെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത് ഒരു കൽപ്പം അല്ലെ, ഒരു കൽപ്പം 1000 ചതുർയുഗങ്ങളായിട്ടൊക്കെ വരും എന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ മായാവൈഭവത്തില് ഒരു രാത്രി മാത്രമായിട്ട് അനുഭവപ്പെടാം. അപ്പൊ ഇവിടെ എന്താണ് ഈ ഒരു കൽപ്പം എന്നൊക്കെ പറയുന്നതിന്റെ, കാലഗണനയെ കുറിച്ചൊക്കെ പറയുന്നതിന്റെ കാര്യം? കാരണം ഒരു രാത്രി ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും നമുക്ക് പോലും അല്ലെ ആ രാസലീല ഒന്ന് അനുസ്മരിക്കാൻ നമ്മൾ എത്ര ദിവസം കാത്തിരുന്നു. ഇന്നല്ലേ നമുക്കതൊന്ന് ഒരു കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അപ്പം ആലോചിച്ചാൽ മതി, അന്ന് ഗോപികമാര് കണ്ണന്റെ കൂടെ നിന്നതായിട്ടുള്ള ആ നിമിഷങ്ങൾ, ആ രാത്രിയിലെ കുറച്ച് മണിക്കൂറുകളാണെങ്കിൽ പോലും അത് നീണ്ട ഒരു വലിയ ഒരു കൽപ്പമായിട്ട് അവർക്കത് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് രാസലീലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അവസാനം ഒരു മംഗള ശ്ലോകത്തോടു കൂടിയാണ്, അതിന്റെ ഫലശ്രുതിയോടുകൂടിയാണ് ആ രാസം അവിടെ അവസാനിക്കുന്നത്. വിക്രീഡിതം പ്രജവതോഭിരിതം ച വിഷ്ണോഹോ ശ്രദ്ധാന്വിതോനുശൃണുയാദഥ വർണ്ണയേദ്യ ഭക്തിം പരാം ഭഗവതി പ്രതിലഭ്യ കാമം ഹൃദ്രോഗമാശപഹിതോ അപഹിനോ യചിരേണ ധീര. അവിടെ പറയും അല്ലെ, എങ്ങനെയാണ് നമ്മള് സ്വാമിയെ ശരണമയ്യപ്പ എന്നും പറഞ്ഞുകൊണ്ട് ശബരിമലയിലേക്ക് നമ്മൾ പോകും. എങ്ങനെയാണ് പോവുക? കല്ലും മുള്ളും നിറഞ്ഞതായിട്ടുള്ള വഴികളിലൂടെ നടന്ന് 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 അവിടെ ചെല്ലുമ്പോഴാണ് പറയുന്നത്, എന്തിനാ നീ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത്? നീ തന്നെയല്ലേ ഞാൻ തന്നെയല്ലേ നീ, തത് ത്വം അസി. പക്ഷേ അത് അനുഭവത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര കല്ലും മുള്ളും നമ്മളുടെ കാലുകളിൽ പതിച്ചാലാണ് സാധിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ. അപ്പം ഇവിടെ പറയുകയാണ്, അവിടെ ആ വിക്രീഡിതം പ്രജവതോഭിരിതം ച വിഷ്ണോഹോ, ആ സൃഷ്ടി അല്ലെങ്കിൽ സ്ഥിതിക്ക് കാരകനായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ അല്ലെ ഗോപസ്ത്രീകളോട് ഒത്തുള്ള ഈ ഒരു വിലാസ ചരിത്രം, വിക്രീഡിതം വ്രജവതോഭിരിതം ച വിഷ്ണു, ആ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചുകൊണ്ട് ആ വ്രജത്തിലുള്ള ആ എന്താണ് സുന്ദരിമാരുടെ കൂടെ
ഉള്ള ഈ ലീലകളുടെ ചരിത്രം നിങ്ങൾ ശ്രദ്ധാന്വിതോനു ശൃണുയാത് അഥ വർണ്ണയേത്, അത് വർണ്ണിച്ചത് ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥമായിക്കൊണ്ട് അതിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഭക്തിം പരാം ഭഗവതി പ്രതിലഭ്യ കാമം. അവിടെ ശ്രവണം ചെയ്യുകയോ ഇനി അതല്ല മറ്റൊരാൾക്ക് വർണ്ണിച്ചു കൊടുത്താൽ അങ്ങനെയുണ്ട്. കേൾക്കുന്നവർക്ക് മാത്രമല്ല, പിന്നെ എന്താണ്, ഇത് ആരാണോ ഇത് ഭംഗിയായിട്ട് ഇത് വർണ്ണിച്ച് കൊടുക്കുന്നത് ആരാണോ അവർക്കും അതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്ക് അല്ലേ വർണ്ണയേദ്യ ഭക്തിം പരാം ഭഗവതി പ്രതിലഭ്യ കാമം, അവർക്കൊക്കെ ആ പരാഭക്തി അത് മനസ്സിൽ പൂർണ്ണമായിട്ടും ഉറപ്പിച്ചുകൊണ്ട് ഹൃദ്രോഗം ആശു അപഹിനോതി അചിരേണ ധീര, ധീരനായിട്ട് മാറാം എന്ന് പറയാണ് അവിടെ അല്ലേ. ഞങ്ങൾ തൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെ രോഗങ്ങളാണോ തൻ്റെ ഉള്ളിലുള്ളത് ആ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും മാറ്റി ഇന്ന് ധീരനാകാം. നമ്മൾക്ക് ധീരൻ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെ കൈയൊക്കെ മുഷ്ടിയൊക്കെ ചുരുട്ടിക്കൊണ്ട് സാഹസങ്ങൾ കാണിക്കുന്നവരാണ് ധീരൻ എന്ന് പറയും. ധീരൻ എന്ന് പറഞ്ഞാൽ അതല്ല. പിന്നെന്താണ് ധീയം രാജതീതി അല്ലെങ്കിൽ ധീയം രാതീതി ധീരഹ എന്ന് പറയും. അതായത് ബുദ്ധിയെ എങ്ങനെയാണോ വേണ്ട രീതിയിൽ അതിനെ സ്വീകരിക്കുന്നത് അതിനെയാണ് ധീരൻ എന്ന് പറയുന്നത്. അല്ലെങ്കിലോ വികാരഹേതോ സ വിപ്രിയന്തേ യേഷാംന ചേതാംസി തയേവ ധീര. അങ്ങനെ വേണമെങ്കിൽ കാളിദാസന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണെന്നാ പറയാ. വികാരഹേതോ സ വിപ്രിയന്തേ, വികാരഭേദങ്ങൾക്കനുസരിച്ചുള്ള തൻ്റെ ഉള്ളിലുള്ള പല രീതിയിലുള്ള വിപ്രിയങ്ങൾ, വിപ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഷ്ടമല്ലായികകള്, ആ ഇഷ്ടമല്ലായികകളെയും ഇഷ്ടങ്ങളെയും ഒക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഉറച്ച ബുദ്ധിയോടുകൂടി ഏഷാംന ചേതാംസി നമ്മളുടെ ഉള്ളിലെ മനസ്സിനെ ആ ദൃഢമായിട്ടുള്ള സങ്കല്പത്തോടു കൂടിക്കൊണ്ട് ആ പൊന്നു ഗുരുവായൂരപ്പനാണ് തന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് എന്നുള്ള ഉറച്ച ബുദ്ധി നമ്മളുടെ ഉള്ളിലോട് ഉറപ്പിച്ചുകൊണ്ട് നമ്മള് കർമ്മമേഖലകളിലേക്ക് ചെല്ലുന്നവനാണ് ധീരൻ എന്നവിടെ പറയുന്നു. ആ ബുദ്ധി നമുക്കുണ്ടാവുക. നമ്മുടെ പൊട്ടബുദ്ധിയെ നമ്മൾ എടുത്തു കാണിക്കാതെ ഈ ബുദ്ധിയിലൂടെ നമുക്ക് നമ്മുടെ കർമ്മങ്ങളെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവനാണ് ധീരൻ എന്ന് കാളിദാസന്റെ അഭിപ്രായം. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ എന്നിട്ട് പറയുന്നുള്ളതാണ് ഹൃദ്രോഗം ആ ശപഹിനോതി അചിരേണ ധീര അല്ലെ. ഇന്ന് കലികാലത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ ഇന്ന് തന്നെ ഇല്ലേ കൊച്ചു കുട്ടികൾ മുതല് അല്ലെ വയോവൃദ്ധന്മാർ വരെ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ രോഗം ഇന്ന് കേമായിട്ടാണ്. ഹൈടെക് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിഞ്ഞ മാസം എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നുള്ള കേമത്തായിട്ട് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്പൊ ഇന്ന് ഹൃദ്രോഗം അതുപോലെയായി ഇന്നത്തെ അവസ്ഥ നമ്മൾ അല്ലെ. എങ്ങനെയാണ് ശരിക്കും യഥാർത്ഥത്തില് ഹാർട്ട് അറ്റാക്കിന്റെ അവസ്ഥ എങ്ങനെയാണ് ശരിക്കും അല്ലെ? ബ്ലോക്ക് ഉണ്ടാകുക എന്നാ പറയാ. എവിടെ ബ്ലോക്ക്? ഈ നമ്മുടെ ധമനികളിലൂടെ ഒഴുകുന്നതായിട്ടുള്ള രക്തത്തിന്റെ അല്ലെ രക്തങ്ങളുടെ ആ ഓട്ടം ഒന്ന് നിൽക്കുന്നതോടെ ബ്ലോക്ക് വരുന്നു എന്നാണ് പറയുക. അപ്പം നമ്മളുടെ ഈ രക്തത്തിലെ ബ്ലോക്ക് വരുന്നത് എപ്പോഴാ? രക്തത്തിൽ ബ്ലോക്ക് വരുന്നത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതിലുള്ള മാലിന്യങ്ങളാണ്. അപ്പൊ അതിനെന്താ വേണ്ടത്? രക്തശുദ്ധിയെ ചെയ്യാണ് വേണ്ടത്. ആ മാലിന്യങ്ങളെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ചികിത്സ ചെയ്യുന്നതോടെ അപ്പം നമ്മളുടെ മാലിന്യങ്ങൾ എന്താണ് യഥാർത്ഥത്തില്? നമ്മളുടെ ഉള്ളിലുള്ള വിചാരഭേദങ്ങളായിട്ടുള്ള ദുർവിചാരങ്ങളെയൊക്കെ മാറ്റി സദ്വിചാരത്തോടുകൂടി നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഏത് ഹാർട്ട് അറ്റാക്കിനെയും നമുക്ക് ഇന്ന് ഇല്ലാണ്ടാക്കാൻ സാധിക്കും എന്ന് കൂടി അവിടെ പറഞ്ഞുകൊണ്ടാണ് ആ ഫലശ്രുതിയോടുകൂടിയാണ് അവിടെ രാസം എന്നുള്ള ആ ഒരു ഭാഗം ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. എന്താണ് ശരിക്ക് ഹൃത്ത് അയം എന്നാണ് ഹൃദയം എന്ന് പറഞ്ഞാൽ. ഹൃത്ത് അയം. അപ്പം ഈ ഹൃദയത്തില് ഉള്ള ഏറ്റവും നമ്മളുടെ എന്താണ് ശത്രു എന്ന് പറയുന്നത് കാമമാണ്. ആ കാമത്തെ ജയിക്കുക എന്നുള്ളതാണ് ശരിക്ക് ഈ ഒരു രാസലീല കൊണ്ട് അല്ലെ. ആഗ്രഹം, ആഗ്രഹം വേണം. നമുക്കുള്ള ആഗ്രഹം എന്താണ്? നമുക്ക് നാനാതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് അല്ലെ. പലത് കണ്ട് അതെല്ലാം വേണം 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 എന്നുള്ളതാണ്. അതെല്ലാം വിട്ടിട്ട് ഒന്നിനെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചോളൂ. നിങ്ങളുടെ ആഗ്രഹം മുഴുവൻ ഒന്നിലേക്ക് അല്ലെ പറയാറില്ലേ. പണ്ട് ഈ അല്ലെ 10 കുഴി വെച്ച് വാഴ വെക്കുന്ന സ്ഥാനത്ത് ഒരു കുഴി വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയല്ലേ, 10 കുഴി എടുക്കുക. ഒരാളോട്
കിണർ കുത്താൻ പറഞ്ഞപ്പോഴത്തേക്കും 10 കുഴി കുത്തിയിട്ട് ഒന്നിലും വെള്ളമില്ല. എന്നാൽ ഈ 10 കുഴി കുഴിച്ച സ്ഥാനത്ത് ഒരു കുഴിയില ഈ ഒരു പ്രവൃത്തി മുഴുവൻ ഒരു കുഴിയിലാക്കിയിരുന്നെങ്കിലോ എന്നേ വെള്ളം കണ്ടേനെ. എന്ന് പറഞ്ഞ പോലെ നാനാതരത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നാനാതരത്തിലുള്ള ദേവന്മാരുടെ പുറകെ പോകുന്നതിന് പകരം അകാമ സർവകാമോ വാ മോക്ഷ കാമ ഉദാരധി, അല്ലേ? എല്ലാം തരുന്നതായിട്ടുള്ള ആ കണ്ണന്റെ പാദങ്ങളിൽ മാത്രം ഒന്ന് തന്റെ ആഗ്രഹങ്ങളെ മുഴുവൻ ഒന്ന് കൊടുക്കൂ. നിങ്ങൾക്ക് നമ്മളുടെ ആഗ്രഹങ്ങളെ മുഴുവൻ സാധിപ്പിച്ചു തരാൻ കഴിവുള്ള ഒരാളാണ്. വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് ആര്, അല്ലെ? ഇന്ന് നമ്മള് സൂപ്പർ മാർക്കറ്റിന്റെ ഒരു സമയമാണ് ഇപ്പം. എല്ലാം, അല്ലെ? പിന്നെ എന്താണ്, എവരി വൺ ഇൻ വൺ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഒരു രീതിയാണ് ഇന്ന് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കും, നമ്മൾ ഓരോന്നിന്റെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല. അതിന് പകരം എന്താണ്, ഈ ആഗ്രഹങ്ങൾ മുഴുവൻ നമുക്ക് സാധിച്ചു തരുന്നതായിട്ടുള്ള ആ കണ്ണന്റെ പാദങ്ങളിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ മുഴുവൻ ഒന്ന് കേന്ദ്രീകരിക്കൂ. അപ്പം ഈ ആശ ഒന്നിൽ തന്നെ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ കാമം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല. കാമം വേണം. ആരോട് വേണം? പ്രേമം വേണം, കാമം വേണം, സ്നേഹം വേണം. ഒക്കെ നമുക്ക് ആ കണ്ണനിലേക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ നമ്മൾ പോലും വിചാരിക്കാത്തത് മുഴുവൻ നമ്മളിൽ എത്തിച്ചേരും എന്നുള്ള ഒരു ഫലശ്രുതിയോടുകൂടിയാണ് ആ രാസപഞ്ചായി രാസം എന്നുള്ള ഒരു ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗവതത്തിന്റെ ആ രത്നം ഇന്ന് നമുക്ക് ആ ഗുരുവായൂരപ്പന്റെ കണ്ണന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.